ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഡോക്ടർ സജി KP. സോഷ്യൽ മീഡിയയിലൂടെ നമുക്കേവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. കോവിഡ് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള വാക്കുകൾ അനേകം തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസമേകിയിട്ടുണ്ട്. ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പൽ കൂടിയാണ് അദ്ദേഹം. സ്വാഗതം. താങ്ക് യു. പാസ്റ്ററുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഞാനിപ്പോൾ ഇന്ത്യ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാസ്റ്ററൽ കൗൺസിലിങ്ങിൻ്റെ ഡയറക്ടറാണ്. അത് രണ്ടും ഇവിടെ തന്നെയാണ്. പിന്നെ ഒരു ചേർച്ചുണ്ട്, അത് ഒരു ഇൻഡിപെൻഡൻറ്റ് പെൻറ്റക്കോസ്റ്റൽ ചേർച്ചാണ്, അത് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ. പിന്നെ ക്ലാസ്സുകൾ എടുക്കാനും യുവജനങ്ങളുടെ ഗൈഡൻസ്, ഫാമിലി കോൺഫറൻസുകൾ, അങ്ങനെയുള്ള മീറ്റിങ്ങുകൾക്കും ബൈബിൾ ക്ലാസ് എടുക്കാനും ഒക്കെ പലയിടങ്ങളിൽ പോകുന്നു. പാസ്റ്ററിൻ്റെ കുടുംബത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമോ? എനിക്ക് ഭാര്യയും 2 കുട്ടികളുമാണ്. ഭാര്യയും കൗൺസിലിംഗ് ഫീൽഡിൽ തന്നെ ഉള്ള ആളാണ്. ഈ സെമിനാരിൽ തന്നെ പഠിപ്പിക്കുന്നു, ഇപ്പോൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മക്കൾ 2 പേരാണ്, 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ +2 പഠിക്കുന്നു, ഇളയാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സുവിശേഷ വേലയിലേക്ക് സമർപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് 1998-ലാണ്. അപ്പോൾ ഒരു 27 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അന്ന് സാധാരണ ചെറുപ്പക്കാരനെ പോലെ ഞാനും ഒരു രീതിയിലങ്ങ് പോവാം. നമ്മൾ ചർച്ചിലാണെങ്കിലും വലിയൊരു സ്പിരിച്വലാണെന്നും പറയാനൊക്കത്തില്ല, എന്നാൽ ആക്റ്റീവാണ്. അങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ഞാൻ പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. ജേർണലിസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ജേർണലിസ്റ്റ് ആകണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൽ ഞാനിങ്ങനെ ജയ്പൂർ പോകണം. അവിടെ എൻ്റെ അങ്കിളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരു ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്യണം. കാരണം എൻ്റെ അങ്കിൾ അങ്ങനെ രാജസ്ഥാനിൽ പോയി ഒരു ഫ്യൂച്ചർ ബിൽഡപ്പ് ചെയ്തതാണ്. അപ്പോൾ അവിടെ ചെല്ലണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹത്തിലിരിക്കുമ്പം പക്ഷേ ആ സമയത്ത് ഞങ്ങളുടെ ചേർച്ചിൽ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമായിരുന്നു. അപ്പോൾ അതിൽ 3 ദിവസവും 3 പ്രവാചകന്മാർ വരും. അതുപോലെ 1ാമത്തെ ദിവസം ഒരു പ്രവാചകൻ എൻ്റെ തലയിൽ കൈവച്ച് എന്നോട് പറയുകയാണ്, നിൻ്റെ ഭാവിയൊക്കെ നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, അത് ദൈവഹിതമല്ല, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, അതാണ് ദൈവഹിതം. അപ്പോൾ നമ്മൾ ഈ സാധാരണ ചെറുപ്പക്കാർ കേൾക്കുന്ന പോലെ അത് കേട്ടു, ഓക്കെ നല്ല ദൂതായിരുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പെർമിഷൻ കിട്ടത്തില്ല. പിന്നെ സാഹചര്യങ്ങളൊന്നും അനുവദിക്കുന്നില്ല. ഞാൻ ഒറ്റ ആണാണ് വീട്ടിലെ. അപ്പോൾ 2ാം ദിവസം പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. വേറൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു, എൻ്റെ തലയിൽ കൈവച്ചു, എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാവിയൊക്കെ നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ദൈവഹിതം അല്ലത്, പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, അതാണ് ദൈവഹിതം. ഈ പ്രവാചകൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ ഇറങ്ങിയില്ലെങ്കിൽ ഒത്തിരി കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് പിന്നീട് നീ ഇറങ്ങും. പക്ഷേ എന്തിനതിന് നിൽക്കണം? ദൈവം വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങുന്നതല്ലേ ഭംഗി എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു. അതൊരു ഭീഷണിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ചലഞ്ച്, കാരണം 2 പേരും ഒരേ കാര്യം പറയല്ലേ, ഞാനങ്ങ് ചലഞ്ച്ഡായി. പക്ഷെ 3ാം ദിവസം ഞാൻ ഭയങ്കര വിമ്മിഷ്ടപ്പെട്ട്, എന്താ പറയുക, മനസ്സിൽ ഭയങ്കര ഭാരമൊക്കെ ആയിട്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് വേറൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് 3ാമത്തെ ദിവസം. അപ്പോൾ ഈ മീറ്റിംഗ് ജസ്റ്റ് അങ്ങ് തുടങ്ങിയേ ഉള്ളൂ. പ്രാർത്ഥന അങ്ങനെ നടന്ന് 1ാമത്തെ പാട്ടിലേക്ക് കയറിയിരിക്കുക. അപ്പോൾ ഇദ്ദേഹം ദൂതൊക്കെ പറയുന്ന പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ടാണ് സാധാരണ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, കർത്താവേ ഞാൻ സമർപ്പിക്കാം. ഞാൻ സമർപ്പിച്ച പിന്നെ അങ്ങോട്ട് ഒരു തിരിഞ്ഞു നോട്ടമില്ല. കാരണം ഇത് ലൈഫ് ലോങ് ആയിട്ടൊരു ഡിസിഷനാണ്. അപ്പോൾ എനിക്കൊരു അടയാളം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതാണ്. ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ഈ 1ാമത്തെ പാട്ട് കഴിയുമ്പോൾ ഈ പ്രവാചകൻ എൻ്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ തലയിലൊന്ന് കൈവച്ചിരുന്നെങ്കിൽ, എനിക്ക് 3 കാര്യങ്ങൾ കേൾക്കണം. ഒന്ന്, ഞാൻ എൻ്റെ ഭാവിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, അത് ദൈവഹിതമല്ല, പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടെ, ഇറങ്ങിയാൽ എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളാം. അപ്പോൾ ഇത്രയൊന്ന് കേൾക്കണമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. കറക്റ്റ് 1ാമത്തെ പാട്ട് കഴിയുമ്പം ഈ പാസ്റ്റർ ഒറ്റ ഓട്ടം എൻ്റെ അടുത്ത് വരികയാണ്. എന്നിട്ട് എൻ്റെ തലയിൽ കൈവയ്ക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ച വിഷയം മൊത്തം ഇങ്ങോട്ട്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയാൻ തുടങ്ങുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാവി നീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, നീ പൂർണ്ണ സമയം സുവിശേഷമല്ല, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 3ാമത് പറഞ്ഞ ഇതാണ്, ഇറങ്ങിയാൽ ഒരപ്പൻ മകനെ കരുതുന്നത് പോലെ ഞാൻ നിന്നെ കരുതും. പിന്നെ നമുക്ക് എന്താ നോക്കാനുള്ളത്? ഇപ്പം ഞാൻ പിന്നെ വീട്ടുകാരെ നോക്കിയില്ല, അവരുടെ സമ്മതം നോക്കിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സെമിനാരിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു വലിയ റിസ്ക് ഉള്ളൊരു തീരുമാനമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തൊട്ട് ഇന്ന് 27 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എല്ലാ വർഷവും ഇഷ്ടംപോലെ സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഈ 3 പ്രവാചകന്മാരും ഒരേ കാര്യം തന്നെയാണ് പാസ്റ്ററോട് പറഞ്ഞത്. അതെ, പല സമയങ്ങളിലായി. അതെ, 3 ദിവസം 3 പേരായിരുന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞ സെയിം കാര്യം 2ാമത്തെ ആൾ പറഞ്ഞു. 2ാമത്തെ ആൾ ഒരു വാണിംഗ് കൂടെ ചേർത്തു. ഞാനാകെ ചലഞ്ചായി. 3ാം ദിവസം
എൻ്റെ പ്രാർത്ഥന അതുപോലെ തന്നെ ആ ആള് ആ അടയാളം ഫുൾഫിൽ ചെയ്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ള പ്രവാചകന്മാർ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ചർച്ചകളിൽ ഇന്ന് നമ്മൾ മിസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. ചെറുപ്പക്കാരുടെ തലയിൽ കൈവച്ച് അവരെ സുവിശേഷ വേലയ്ക്ക് ദൈവം വിളിക്കുന്ന സന്ദേശങ്ങൾ വിളിച്ചു പറയുന്ന പ്രവാചകന്മാരാണ് ഇന്നിൻ്റെ ആവശ്യം. ഇന്നത്തെ രീതിയിൽ കൂടുതലും അനുഗ്രഹത്തിൻ്റെ പ്രവചനങ്ങളും നിന്നെ വിദേശത്ത് കൊണ്ടുപോകാം എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ഇതിൽ വ്യത്യസ്തമായ ശരിയായ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ഒരു ഭാരമാണ് ഈ ഒരു മേഖല എന്ന് പറയുന്നത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഈ യുവജനങ്ങളിടയ്ക്ക് പ്രവർത്തിക്കുമ്പം ഞാനിന്ന് കാണുന്ന ഒരു കാര്യം, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ ഇന്ന് ചെറുപ്പക്കാരില്ല. ഇപ്പം ഒരു സെമിനാറിൻ്റെ പ്രിൻസിപ്പളാണ് ഞാൻ. മലയാളികളെ കിട്ടാനില്ല. ഇന്നത്തെ കേരളത്തിൻ്റെ ആ ദുരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സെമിനാരികളിലും മലയാളികളുടെ സംഖ്യ വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. സെമിനാരികൾ സർവൈവ് ചെയ്യുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ആളുകൾ വരുന്നതുകൊണ്ടാണ് ഞാനായിരിക്കുന്ന സെമിനാരിയൊക്കെ മുന്നോട്ട് പോകുന്നത്. മലയാളികൾക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരോട് പറയുന്ന മുഴുവനും, മകനെ നീ IPSൻ്റെ ചെയറിലിരിക്കുന്നത് ഞാൻ കാണുന്നു, നീ IASൻ്റെ ബാഡ്ജ് ധരിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു, ഫ്ലൈറ്റിലോട്ട് നീ ഇങ്ങനെ കയറുകയാണ്, മഞ്ഞു പൊഴിയുന്ന നാട്ടിലൂടെയാണ് നീ നടക്കുക. അപ്പം ഇതിങ്ങനെ ഓക്കെ, ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതെല്ലാം നമ്മുടെ മക്കൾ ഏറ്റവും ബെസ്റ്റ് ആവട്ടെ. പക്ഷെ ഇത് മാത്രമാകുന്നിടത്ത് ഈ ഇരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ ഇരമ്യാവിൻ്റെ ഒരു വിലാപമുണ്ട് ഈ പ്രവാചകന്മാർക്കെതിരെ. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ കള്ളപ്രവാചകന്മാർക്കെതിരെ. അത് ഇച്ചിരി ബോൾഡായിട്ട് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്. കാരണം 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, ഏതാത്മാക്കളെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിങ്കിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുകയെന്ന് പുതിയ നിയമത്തിലുണ്ട്. പിന്നെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നതെന്നും പറഞ്ഞു. അപ്പം ഇന്നത്തെ ഒരു കാലഘട്ടം വന്ന് ഒരു പറ്റം കള്ളപ്രവാചകന്മാർ ചർച്ചിനകത്തോട്ട് അങ്ങ് ഇറങ്ങി. ഞാനത് വളരെ ബോൾഡായിട്ട് തന്നെ പറയാണ്. അതെ, ഇത് പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? തീർച്ചയായും. കള്ളപ്രവാചകന്മാരുടെ ഒരു സംഘം ചർച്ചകളിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഒരു പറ്റം ആളുകളെ ഭയത്തിലും പിശാചിനെ പേടിച്ചാണ് അവർ ജീവിക്കുന്നത്, ദൈവത്തെ അല്ല. അവർക്കെതിരെ അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ദൈവപൈതലാണെങ്കിൽ, എനിക്കെതിരെ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ എന്തിനു പേടിക്കണം? ഞാൻ ആരാ? എൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ ശക്തി എന്താ? ഇത് ചിന്തിക്കാൻ എന്നെ പ്രാപ്തമാക്കുന്നില്ല. അപ്പോൾ ചില ആളുകൾ പറയുന്ന അങ്ങ് പേടിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം ഒരു പ്രവാചകൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ദേശത്തിൻ്റെ മുകളിലൂടെ ആനന്ദ നൃത്തം ചവിട്ടി പല്ല് തള്ളി നാക്ക് നീട്ടി വരുന്ന ഒരു പോര്. അപ്പം ഇത് കേൾക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ടാവും. ഈ ഭയം വിതച്ച് അതിൽ നിന്നും അവർ പലതും കൊയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞ ആ വാക്യം ഞാനതും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫലം കൊണ്ടല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഈ കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി ഒരാൾ വന്നു. ഒരു മിഡ് ലൈഫിലൂടെ പോകുന്ന ഒരാളാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രവാചകൻ്റെ അടുത്ത് ചെന്നതാണ്. ആ പ്രവാചകൻ ആ വ്യക്തിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു. അപ്പോൾ ആ പ്രവാചകനെന്ന് ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി, കള്ളപ്രവാചകൻ എന്ന് വേണം പറയാൻ. അതെ, യഥാർത്ഥ പ്രവാചകന്മാരുണ്ട്. അവരുടെ അടുത്ത് ചെന്നാൽ അവരിങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവർ വചനം പറഞ്ഞു കൊടുക്കും. അവരുടെ അടുത്ത് എന്തെങ്കിലും സന്ദേശത്തിന് ചെന്നാൽ ആദ്യം അവർ ഈ പാപം ചൂണ്ടിക്കാണിക്കും. പക്ഷേ കള്ളപ്രവാചകന്മാർ അങ്ങനെയല്ല. അവർ ചെന്നായ്ക്കളാണ്. ആടിൻ്റെ വേഷം ധരിച്ചിരിക്കുന്നേ ഉള്ളൂ. അകമേ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാണ്. അപ്പം ശമൂവേൽ എന്ന് പറഞ്ഞൊരു പ്രവാചകനൊക്കെ ഒരു പട്ടണത്തിലേക്ക് പുള്ളി അങ്ങോട്ട് ചെല്ലുമ്പം ആ പട്ടണത്തിലെ മൂപ്പന്മാരിങ്ങനെ വന്ന് പേടിച്ച് നിൽക്കുക, നിന്റെ വരവ് ശുഭം തന്നെയോ? കാരണം കഴിഞ്ഞ നാളുകളിൽ പ്രവാചകൻ വന്നു കഴിയുമ്പം ന്യായവിധി വിളിച്ചു പറയും, പാപങ്ങളെ വിരൽ ചൂണ്ടും. ഇതാണ് മാർക്ക് ഓഫ് ദ പ്രോഫറ്റ്. ഇല്ലെങ്കിൽ നോക്കിയേ, നാഥാൻ എന്ന പേരുള്ള ഒരു പ്രവാചകൻ രാജാവിൻ്റെ അടുത്ത് കയറി ചെന്നൊരു കഥയൊക്കെ പറഞ്ഞ് പുള്ളിയെ ട്രാപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ വിരൽ ചൂണ്ടി സംസാരിച്ചു. ഏലിയാവ് ആ കയറി പോകുന്ന പോക്ക് കണ്ടോ കൊട്ടാരത്തിലേക്ക്, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവത്തില്ലെന്നൊക്കെ പറയാൻ, അതൊക്കെ ഒരു സ്റ്റാൻഡാണ്. അങ്ങനത്തെയൊക്കെ പ്രവാചകന്മാരുണ്ടെങ്കിലുണ്ടല്ലോ ദൈവസഭകൾക്കകത്ത് ദൈവഭയം ഉണ്ടാകും. വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള ഒരു അകമേ നിന്നുള്ളൊരു തോന്നലുണ്ടാകും. കാരണം സദാസമയത്തും വിശുദ്ധി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് മുഴുവനും കൂടോത്രത്തെയും മന്ത്രവാദത്തെയും, പോര്, ബന്ധനം, വിടുതൽ, ആഭിചാരം, കെട്ട്, പൊട്ടിക്കൽ, ദേശാധിപതി. ഇത് കേട്ട് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് ഇന്നത്തെ ആത്മീക ലോകത്തെ മുഴുവനും കൊണ്ടുവന്ന് കെട്ടി. എൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാതെ അനുഗ്രഹം മാത്രം പറയുന്നത്
കള്ളപ്രവാചകന്മാരുടെ ലക്ഷണമല്ലേ? ഈ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. കാരണം ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ വരവിന് വേണ്ടി ഒരുക്കാനും നിഷ്കളങ്കമായിട്ട് നമ്മളെ സൂക്ഷിക്കാനുമാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് നമ്മളെ നേരായ വഴി നടത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനൊരു മേഖലയെ മിണ്ടാതെ നിനക്ക് അത് കിട്ടാൻ പോകുന്നു, ഇത് കിട്ടാൻ പോകുന്നു, ഈ വീട് പണിയാൻ പോകുന്നു, വിദേശത്ത് പോകുന്നു, മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു, ആ ബന്ധനം പൊട്ടുന്നു, ഈ ബന്ധനം പൊട്ടുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് സന്തോഷം തരും. പക്ഷെ അത് മാത്രമാകുമ്പം നമ്മൾ ഈ പറയത്തില്ലേ, എല്ലാ സമയത്തും ഈ ചിക്കൻ മാത്രം കൊടുത്ത് ബീഫ് മാത്രം കൊടുത്ത് ഒരു കൊച്ചിനെ വളർത്തിയാൽ പെട്ടെന്ന് ഈ കൊച്ചങ്ങ് വണ്ണം വെച്ചങ്ങ് വളരും, പക്ഷെ ആരോഗ്യം കാണത്തില്ല. പക്ഷെ ഈ കൊച്ചിനെ ഓട്ടിച്ച് ചാടിച്ച് എക്സസൈസ് ചെയ്യിപ്പിച്ച് കഷ്ടപ്പെടുത്തി അങ്ങനെയുള്ള ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരുപറ്റം വിശ്വാസികളെ ആരോഗ്യമുള്ള വിശ്വാസികളാക്കുക എന്നുള്ളത് ആത്യന്തികമായ ഒരു ദൈവാത്മാവിൻ്റെ ലക്ഷ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതിനോടനുബന്ധിച്ച് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ഞാൻ ഈ ഇൻസിഡൻറ്റ് പറയുന്നത് ഒരു കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നേച്ച് പുള്ളി ഇങ്ങനെ പറഞ്ഞു വന്നത്, പുള്ളി ഒരു പ്രശ്നത്തിൽ വലിയൊരു ഇതിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യം വേറൊന്നുമല്ല, പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ പുള്ളിക്ക് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവിഹിത ബന്ധം മൂത്ത് അങ്ങേയറ്റം വരെ ചെന്നതിൻ്റെ സ്ട്രെസ്സുമായിട്ടാണ് പുള്ളി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് ഇങ്ങനെ വിശദീകരിച്ച് വന്ന കൂട്ടത്തിൽ ഈ പുള്ളി പറയാം, ഈ ബന്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ വീട്ടിലൊരു ഉപവാസപ്രാർത്ഥന നടന്നു. പുള്ളി പറയാ, അന്ന് ഒരു പ്രവാചകനെ വീട്ടുകാർ വിളിച്ചിട്ടുണ്ട്. വീട്ടുകാർക്ക് ഇത് അറിയത്തില്ല, ആർക്കും പുള്ളിയുടെ ഈ രീതി അറിയത്തില്ല. അപ്പോൾ പുള്ളി പറയാ, ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയായിരുന്നു, ഈ പ്രവാചകൻ വന്ന് ഇത് വിളിച്ചു പറയും, എൻ്റെ കാര്യത്തിൽ തീരുമാനം. പക്ഷേ പ്രവാചകൻ വന്നു എന്നോട് പറഞ്ഞു, മകനെ നിനക്ക് 7-ാം മാസത്തിൽ അത് കിട്ടും, നീ ഫ്ലൈറ്റിലോട്ട് കയറുന്നത് കാണുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. പുള്ളി പറയാ, അപ്പോഴാണ് എനിക്കൊരു സമാധാനമാണ്, മറ്റേ കേസ് പരിശുദ്ധാത്മാവിന് വലിയ വിഷയമല്ലല്ലോ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ പരിശുദ്ധാത്മാവിന് അത് വിഷയമാണ്. ആ വന്നയാൾ യഥാർത്ഥ പ്രവാചകനായിരുന്നില്ല, കള്ളപ്രവാചകനായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ തെറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഇരമ്യാവ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, ഇരമ്യാവിന് ഈ കള്ളപ്രവാചകന്മാരെ കുറിച്ച് വലിയൊരു ഭാരം ഉണ്ടായിട്ട് ഇരമ്യാവ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ സ്വന്തം ഹൃദയത്തിൽ തോന്നുന്ന കാര്യങ്ങളെ ദൈവാത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയുന്ന പ്രവാചകന്മാരെ കുറിച്ച് ഇരമ്യാവ് 23 പറയുമ്പം അവരുടെ പ്രശ്നം എന്താണെന്ന് പുള്ളി പറയുന്നുണ്ട്. ഇരമ്യാവ് പറയുന്നുണ്ട്, പ്രശ്നം ഇതാണ്, നിങ്ങൾ ഇടിവുകളിൽ നിന്നിട്ടില്ല. അതായത് ഈ ജനത്തിനും ദൈവത്തിനും ഇടയ്ക്ക് കയറി നിന്ന് ജനത്തിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നതിൻ്റെ ഒരു കാര്യം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ചെയ്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ദൈവം ചില വചനങ്ങൾ ഈ വ്യക്തിയുടെ അകത്ത് കൊടുക്കും. അത് വിളിച്ചു പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ നടക്കും. എന്താണ് ആ വചനം എന്നാണ് അതിൻ്റെ താഴെ 23 താഴെ പറയുന്നത്, എൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയല്ലയോ. അപ്പോൾ ഇതാണ് ശരിക്കും ദൈവത്തിൻ്റെ പദ്ധതി. ഇടിവിൽ നിന്നാലേ ഇത് കിട്ടത്തുള്ളൂ. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലെന്ന്, അതാണ് ഇന്നത്തെ ഒരു കൺസേൺ. അതിനാർക്കും സമയമില്ലെന്നാണ് ചുരുക്കം. അതിന് സമയമില്ല, ആൾക്കും കേൾക്കാൻ താല്പര്യമില്ല. ഈ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ നീ സമയത്തോ അസമയത്തൊക്കെ ഒരുങ്ങിയിരിക്കണം, പ്രസംഗിക്കണം, വചനം പ്രസംഗിക്കണം. അപ്പോൾ അന്ത്യകാലത്ത് ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൻ്റെ നടുവിൽ ഒരുപറ്റം ജനം, അതായത് കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങളെ പെരുക്കുന്ന അല്ലെങ്കിൽ സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് സംസാരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ ജനം രൂപപ്പെടുത്തിയെടുക്കും. അത് പ്രസംഗരുടെ കുറ്റം പോലല്ല, ജനത്തിൻ്റെ കുറ്റമായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത്. കാരണം ജനത്തിന് ഇത് മതി, കർണരസമാകുമാറ്. ഒന്നുകിൽ അവരെ ഇങ്ങനെ എന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, എൻ്റർടൈൻ ചെയ്യണം. ഇപ്പോൾ ചർച്ചയിൽ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇച്ചിരി ആശ്വാസം കിട്ടാനാണ് പറയുന്നത്. കാരണം ജനത്തിന് ഇത് മതി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഭാഷമാർക്ക് ഇന്ന് മാർക്കറ്റുള്ളൂ എന്നതാണ് സത്യം, അല്ലേ? അങ്ങനെ ശരിയാണ്, അത് സത്യമാണ്. പക്ഷേ ഇത് പോകുന്ന പോക്ക് ഇപ്പം ശരിക്കും ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ പൊതുവേ വലിയ മീറ്റിങ്ങുകൾ പ്രസംഗിക്കുന്ന കൺവെൻഷൻ പ്രസംഗനോ ക്രൂസൈഡ് പ്രീച്ചറോ ഒന്നുമല്ല. പക്ഷേ എനിക്കൊരു ദിവസം ഒരു വലിയൊരു സദസ്സിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അപ്പം ഞാൻ അവിടെ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പം പരമാവധി നമ്മളെ വചനത്തിൽ നിന്നുകൊണ്ട് വിശുദ്ധി, വേർപാട്, നിത്യത, ആ ഫോക്കസിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഫോക്കസിൽ തന്നെയാണ് അന്ന് പ്രസംഗിക്കാൻ പോകുന്നത്. അത് അങ്ങനത്തെ ഒരു സന്ദേശമാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്, എനിക്കറിയാം. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഒരു വടംവലിയിലാണ്. എൻ്റെ മനസ്സെന്നോട് പറയുന്നു, ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്, നിനക്ക് ഇത്രയും വലിയ ഗ്രൂപ്പിനൊന്നും കിട്ടാറില്ല.
ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടിയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ ഇതും പറഞ്ഞുകൊണ്ട് പറയാതെ അവരുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുകയും ഈ നമ്മുടെ കണ്ണുസൂക്കേട് ബാധിച്ച് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അത് ചെയ്യണ്ട. അതിന് പകരം സൂത്തൻ ചെയ്ത് തൂത്ത് തുടച്ച് എണ്ണയിട്ട് തിരുമ്മി അങ്ങനെ. അപ്പം നീ എന്തിനാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നത്? നീ അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്തുകൂടെ? അപ്പോൾ അവർ പിന്നെ നിന്നെ വിളിക്കത്തില്ലേ? ഇങ്ങനെയൊക്കെയല്ലേ വേദികൾ കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയല്ലേ ഫേമസ് ആകുന്നത് ഇങ്ങനെ. അപ്പം ഞാനിങ്ങനെ ടെംപ്റ്റേഷനായി. അപ്പം ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ, വേറെ ഒരു വാക്യം എടുത്തേച്ച് ഇവർക്ക് ഇച്ചിരി നല്ലൊരു എൻകറേജ്മെൻറ്റ് കിട്ടുന്ന. അപ്പം ഞാനിങ്ങനെ ജസ്റ്റിഫൈ എൻകറേജ്മെൻറ്റും പരിശുദ്ധാത്മാവിൻ്റെ ഭാഗം തന്നെയാണല്ലോ, എപ്പോഴേലും ഒക്കെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കർത്താവിനോട്, അപ്പോൾ കർത്താവെ ഞാനൊന്ന് സബ്ജക്റ്റ് ഒന്ന് മാറ്റി പിടിക്കട്ടെ. അപ്പോൾ എൻ്റെ അകത്തുനിന്ന് ദൈവശബ്ദം ഞാൻ കേൾക്കുകയാണ്. അതിങ്ങനെയാണ് കർത്താവ് പറയുന്നത്, മാറ്റി പിടിച്ചോ, ഞാൻ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കണ്ട, നീയായി നിൻ്റെ പാടായി, നീ പെർഫോം ചെയ്തോ, വേദി പിടിച്ചോ, മുന്നോട്ട് പോക്കോ, എന്നെ നോക്കരുത്. ഞാൻ ഒന്ന് വേണ്ട, അങ്ങില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഉണർവുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കിപ്പോൾ ഇവാൻ റോബർട്ട്സ്, ചാൾസ് ഫിന്നി, ഇവരൊക്കെയാണല്ലോ സഭാചരിത്രത്തിൽ ഉണർവിൻ്റെ മുഖാന്തരങ്ങളായിട്ട് നമ്മളും മനസ്സിലാക്കുന്നു, ചരിത്രം മുഴുവൻ മനസ്സിലാക്കുന്നു. അവരുടെ ഉണർവിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ കുഴപ്പം. നമ്മൾ ഉണർവെന്ന് വിചാരിക്കുന്നത് കൈയടിച്ചുള്ള ആരാധന സാധാരണ 10 മിനിറ്റേ ആരാധിക്കുകയുള്ളൂ. ഒരു ദിവസം അത് 1.5 മണിക്കൂർ എല്ലാവരും കൈയടിച്ച് ആരാധിച്ചു, അപ്പോൾ ഉണർവുണ്ടായി. ഇവാൻ റോബർട്ട്സിൻ്റെയോ ചാൾസ് ഫിന്നിയോ ഉണർവുകൾ ഇതല്ല കാണുന്നത്. അവിടെ കാണുന്നത് എന്നാന്ന് വെച്ചാൽ ജനം അനുതാപത്തോടെ ദൈവത്തിന് നെടുമ്പാട് വീഴുകയാണ്. അവരെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്, അവർക്ക് പാപബോധം ഉണ്ടാകുകയാണ്. അതാണ് അപ്പം എന്ത് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഉണ്ടാകുമ്പം ഇത് കണ്ടേജിയസാണ്. ഒരാൾക്ക് ആ റിവൈവൽ സംഭവിച്ച ആൾ ചെന്ന് 10 പേരെ ഇമ്പാക്റ്റ് ചെയ്യും, അവർ അടുത്ത 100 പേരെ ഇമ്പാക്റ്റ് ചെയ്യും, അത് 500 ആവും, 1000 ആവും. അതിങ്ങനെ ഈ തീ പിടിക്കുന്ന പോലെ അങ്ങ് പിടിക്കും. അപ്പം നമ്മൾ പക്ഷേ അതിനെ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ഒരു വ്യത്യാസമായൊരു, അതുകൊണ്ട് തന്നെ ഉണർവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും നമ്മൾ വ്യാഖ്യാനിക്കുന്നതിൽ തന്നെ തെറ്റുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ അനുതാപത്തിൽ നിന്ന് തുടങ്ങാത്ത ഒന്നും ഉണർവല്ലെന്നാണോ ഭാഷ പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഉണർവെന്ന പദം പോലും അനുതാപം എന്ന പദവുമായിട്ട് ബന്ധിപ്പിച്ചാണ് നിൽക്കുന്നത്. റിവൈവ് എന്ന് പറയുന്ന ആ ലാറ്റിൻ ഒറിജിൻ പോലും എനിക്കൊരു അപര്യാപ്തതയുണ്ടെന്നോ എനിക്കൊരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു നിമിഷത്തെ സൂചിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിവൈവൽ എന്ന് നമ്മൾ പറയുമ്പം അങ്ങനത്തെ ആ ഒരു വാക്കാണ് ശരിക്കും അതിൻ്റെ ഒരു അർത്ഥം പോലും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാലേ ഉണർവിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിപ്പം ചരിത്രത്തിലാണെങ്കിലും കൊള്ളാം, ഏത് കാലഘട്ടത്തിലാണെങ്കിലും കൊള്ളാം, അതങ്ങനെ മനസ്സിലാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ പാഷ പറഞ്ഞ പോലെ പാഷയെക്കുറിച്ച് ചെറിയ ടെംപ്റ്റേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. പലപ്പോഴും പല ദേവദാസന്മാരും തെറ്റിപ്പോകുന്നത് ഈ ചെറിയ ടെംപ്റ്റേഷനെ അംഗീകരിച്ച് ജനങ്ങളുടെ ഇഷ്ടത്തോടെ പ്രസംഗിക്കുമ്പോഴല്ലേ പലരും തെറ്റിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ജനത്തെ എൻ്റർടൈൻ ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ടെംപ്റ്റേഷൻ, അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ എനിക്കുണ്ടാകും. ഞാൻ ഇത് പറയുമ്പോൾ ഞാനൊരു വേറൊരു ഉദാഹരണം കൂടെ പറയാം. എന്നെ വളരെ ചിന്തിപ്പിച്ച ഉദാഹരണം, ഇതൊരു വ്യക്തിയുടെ ഉദാഹരണം, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് അതിൽ കാര്യമില്ല. നമുക്ക് ആ ഇൻസിഡൻറ്റ് അതാണ്, നമ്മൾ അതിലൂടെയുള്ളൊരു സന്ദേശമാണ് കാര്യം. അപ്പം ഞങ്ങളുടെ ചേർച്ചിൽ, ഞാൻ പാസ്റ്ററായിരിക്കുന്ന ചേർച്ചിൽ ഒരു ദൈവദാസൻ വന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ്, കുറേയെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം വന്ന് നിത്യതയെ ഫോക്കസ് ചെയ്യുന്നൊരു മെസ്സേജ് അങ്ങോട്ട് കൊടുത്തു. ഞാൻ ആ വേദിയിൽ നിന്ന് കരയുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ വിശ്വാസികൾ ഒത്തിരി പേരിന്ന് കരയുക. അവർ കരഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം നിത്യതയിലേക്ക് പോകാൻ ഇപ്പം ഞങ്ങൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നൊക്കെയാണ് അവരെല്ലാവരും. അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് ഞങ്ങളുടെ ചേർച്ചിലും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഈ ദൈവദാസൻ അന്ന് താമസിക്കുന്നുണ്ട്, എൻ്റെ കൂടെ അല്ല, വേറൊരു ഫാമിലിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരുമിച്ച് ഡിന്നറിന് ഇരുന്ന സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവദാസനെ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ, കാരണം ദൈവദാസനെ പോലെയുള്ളൊരു 10 പ്രസംഗരെങ്കിലും എഴുന്നേറ്റിരുന്നെന്ന് എനിക്ക് കൊതിയുണ്ട് പാസ്റ്ററെ. കാരണം ഈ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു നമുക്കെല്ലാം അറിയാം, പക്ഷേ ഇത് പറയാൻ ആളില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ആളില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് പാസ്റ്റർ, എനിക്ക് പാസ്റ്ററിനെ കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ടെന്ന്. പുള്ളി എന്നോട് പറഞ്ഞു, ഇതേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് വന്നതാണ്. എന്ന് വെച്ചാൽ എന്തുവാ അത്? എന്നോട് പാസ്റ്ററിനെ അറിയാമല്ലോ, ഞാൻ വളരെ കേരളത്തിൽ ഡിമാൻഡുള്ളൊരു പ്രവാചകനായിരുന്നു, ഓടി നടന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷേ എനിക്കൊരാഗ്രഹം, ഇതൊന്നും പോരാ, എനിക്ക് ഇച്ചിരിയും കൂടെ വളർന്നു കയറണം. ഇപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ, ഞാനൊരു സ്ഥലത്തേക്ക് ചെന്നാൽ 1000കണക്കിന് ആൾക്കാർ ഓടിക്കൂടണം. ഞാനിങ്ങനെ കൈ വീശിയാൽ ആളുകൾ തെറിച്ച് ആ പ്രദേശം മുഴുവനും വീഴണം.
ഞാനിങ്ങനെ വിരൽ ചൂണ്ടുമ്പം ഈ വീൽ ചെയറൊക്കെ വിട്ട് ആൾക്കാർ എഴുന്നേറ്റ് ഇങ്ങനെ. അപ്പോൾ ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് പുള്ളി ഉപവസിക്കാനിരിക്കുക ദൈവസന്നിധിയിൽ. ഒരു 21 ദിവസം പുള്ളി പ്രോഗ്രാമൊന്നും കൊടുക്കാതെ മാറ്റി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ആദ്യത്തെ 4-5 ദിവസങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ പുള്ളി പ്രതീക്ഷിക്കുന്ന എന്തേ ഒരു പ്രത്യേക സ്പർശനം അങ്ങനെയൊക്കെ ഒന്നും സംഭവിച്ചില്ല. അടുത്ത 6-7 ദിവസം പുള്ളി വാഗ്ദത്തങ്ങൾ തന്നെ ഉരുവിട്ടുകൊണ്ടൊക്കെ ഇരുന്നു. ഒരു പ്രകാശ റൂമിൽ വരുമെന്നോ യേശു വന്ന് അങ്ങനെ തൊടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. ഒരു സ്വപ്നം പോലും ഒരു ദർശനം പോലും ഒന്നും ഉണ്ടായില്ല. ഇതിനായി ഒരു 10-16 ദിവസമൊക്കെ ആയപ്പോഴേക്കും ഒരു നിരാശയെല്ലാം കൂടെ അങ്ങ് കയറി വന്ന് പുള്ളി പറയും, ഞാനങ്ങ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇത്രയും ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു കാത്തിരുന്നു ഒന്നും ഉണ്ടായില്ല, ഭയങ്കര അങ്ങ് വല്ലാതെ ഡൗണായി. രാവിലെ നേരെ ചെയ്തത് ഒരു പായങ്ങോട്ട് വീഴ്ചു, നെടുമ്പാടങ്ങ് വീണു ദൈവസന്നിധിയിൽ. കർത്താവ് ഇന്ന് എന്നോട് മിണ്ടണം, എന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ട് ഞാനിവിടെ എഴുന്നേക്കുള്ളൂ. ഞാൻ വെള്ളം പോലും കുടിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഒറ്റ കിടപ്പാണ് അവിടെ. ആ നെടുമ്പാട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറയുക, ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു, ദൈവം പുള്ളിയോട് സംസാരിച്ചു. ഒരു ചോദ്യമാണ് ചോദിച്ചത്. ശരി, നിനക്ക് ഭയങ്കര വേറൊരു ലെവൽ വേണമെന്നാണല്ലോ നീ ആവശ്യപ്പെടുന്നത്, ഞാൻ തരാം. പക്ഷെ ഇപ്പം ഞാൻ നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന വേദികളിൽ നിനക്ക് പകരം ഞാനാണ് നിൽക്കുന്നതെങ്കിൽ എൻ്റെ ജനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണോ ഇന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ ഞാൻ ഇരുന്നിരുപ്പി സ്തംഭിച്ചു പോയി. സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ മറുപടി എനിക്ക് മറുപടി പറയാൻ ഇത്രയേ ഉള്ളൂ. അല്ല, എനിക്കൊരു വേദി കിട്ടിയാൽ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. എന്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്? ജനത്തെ ഇളക്കുന്ന സ്പെഷ്യലിസ്റ്റ്. അതായത് എൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ മുതൽ എൻ്റെ പ്രസംഗം അവസാനിക്കുന്നത് വരെ ജനം കൈയടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രസംഗ വിജയത്തിൻ്റെ ക്രൈറ്റീരിയ. അപ്പം ഞാൻ അതിനുവേണ്ടി നിൻ്റെ തലമുറയുടെ അനുഗ്രഹങ്ങൾ തടഞ്ഞു നിൽക്കുന്ന ഈ നിമിഷം റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അങ്ങ് കൈയടിക്കും. പിന്നെ പാരമ്പര്യമായി നിന്നെ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടി നിമിഷം ഇതാ പൊട്ടി മാറുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജനത്തെ ഇളക്കി അവർക്കൊരു അനുഭൂതി ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. അപ്പം അല്ല കർത്താവെ, എനിക്ക് പകരം ഈ വേദികളിൽ കർത്താവാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് കർത്താവിന് പറയാനുള്ളത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ വരവടുത്തു, എൻ്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ എൻ്റെ മക്കളെ ഒരുക്കാൻ എനിക്ക് ചിലരെ വേണം. നീ അതിന് തയ്യാറാണോ? ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞത് ഈ ടേബിളിൽ എൻ്റെ തൊട്ട് മുൻപിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, പാസ്റ്റർ അന്ന് ഞാനൊരു തീരുമാനം എടുത്തതാണ്, ഇനി എനിക്കൊരു വേദി കിട്ടിയാൽ ഞാൻ നിത്യതയെക്കുറിച്ച് പ്രസംഗിക്കും. ഇതും കൂടെ കേട്ടപ്പോൾ എൻ്റെ അഭിമാനം ഇരട്ടിച്ചു. അതിന് പാസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കാം, പാസ്റ്റർ ദൈവം ശക്തമായിട്ട് അനേക രാജ്യങ്ങളിൽ ഉപയോഗിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കോൺവെർസേഷൻ അവിടെ തീർന്നു. പിന്നെ കുറച്ച് നാളുകൾ അങ്ങ് മുന്നോട്ട് പോയി. പിന്നെ പതുക്കെ ഞങ്ങൾ വലിയ കോണ്ടാക്റ്റ് വന്നു. കാരണം പുള്ളി വലിയ ആൾ, നമ്മൾ അങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നൊന്നുമല്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളിയെ ഒരു കൺവെൻഷന് ഞങ്ങളുടെ അടുത്ത് വരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിയുടെ പ്രസംഗം ഭയങ്കര കൊതിയാണല്ലോ കേൾക്കാൻ. അപ്പോൾ ഞാനത് കേൾക്കാൻ വേണ്ടി പോയി ഞാൻ ചെന്നപ്പോഴേക്ക് അവിടെ ജനം തിങ്ങിക്കൂടി ഇരിക്കുക. കാരണം സീറ്റില്ല. ഏറ്റവും പുറകിലൊരു സീറ്റ് കിട്ടി, ഞാൻ അവിടെ ഇരുന്നു. ഈ മനുഷ്യൻ പ്രസംഗിക്കാൻ എഴുതിയിട്ട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുമ്പോൾ പുള്ളി പ്രസംഗിക്കുക, നിൻ്റെ തലമുറയ്ക്കെതിരെയുള്ള പോരിതാ മാറുന്നു, നിൻ്റെ പ്രതിസന്ധികളെല്ലാം ഇതാ എടുത്തു മാറ്റുന്നു. അപ്പം പുള്ളി ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ഞാനാകെ ഇതെന്താ ഈ കേൾക്കുന്നത്? ഇതല്ലല്ലോ പുള്ളി എൻ്റെ നേരിട്ട് പറഞ്ഞതും ഈ പറഞ്ഞതും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. അപ്പോൾ എനിക്കിതങ്ങ് സഹിച്ചില്ല. അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു, എല്ലാവരും പോകുന്നവരെ വെയിറ്റ് ചെയ്തു. കുറേ ആളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട്, പുള്ളിക്ക് എന്നെ മനസ്സിലാവുമല്ലോ, ചെന്നു ഞാൻ ആ കയ്യെ പിടിച്ച് ഇങ്ങോട്ട് മാറ്റി നിർത്തി വെച്ച് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ നമ്മൾ തമ്മിൽ ഒരു ദിവസം സംസാരിച്ചത് ഓർക്കുന്നോ? അന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞില്ല ഇനിയൊരു വേദി കിട്ടിയാൽ നിത്യതയെ പ്രസംഗിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഓർക്കുന്നോ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നറിയാമോ? എൻ്റെ മുഖത്തേക്ക് മുകളിൽ ഹാ 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 എന്ന് പറഞ്ഞൊരു ചിരി, കുറേ ചിരിച്ചു. ആ സമയത്ത് ദൈവം അങ്ങനെ ഒരു മെസ്സേജാ തന്നേ, ഇപ്പം ദൈവം ഇങ്ങനെ ഒരു മെസ്സേജാ തന്നേ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുള്ളിക്ക് നിത്യത എന്ന് പറയുന്നത് ഒരു സമയത്തുള്ളൊരു സന്ദേശം, മെസ്സേജ് മാത്രമായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു എന്തായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നിയത്, ഇത് റിപ്പീറ്റേഷൻ വരുമല്ലോ. നിത്യത എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ഇത് 2 തവണ കേട്ട് കഴിയുമ്പോൾ ആൾക്കാർക്ക് മടുക്കും, മറ്റത് എത്ര കേട്ടാലും മടുക്കുമില്ല. അപ്പോൾ ഒരുപക്ഷെ പുള്ളി ഈ സബ്ജക്റ്റ് മാത്രം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വേദി കുറഞ്ഞ് കാണാം. അപ്പം ഈ പറഞ്ഞ ടെംപ്റ്റേഷൻ, പോപ്പുലാരിറ്റിക്ക് വേണ്ടിയുള്ള ടെംപ്റ്റേഷൻ. പക്ഷേ പുള്ളി പോയി അങ്ങ് ഇപ്പം എത്തി നിൽക്കുന്നത് വല്ലാത്തൊരു തകർച്ചയല്ല. പുള്ളി ഇപ്പം പലരും വിളിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരെ. ഞാൻ പറഞ്ഞത് ഇതൊന്നും നമ്മുടെ കഴിവ് മിടുക്ക്, ഇപ്പം ഇത് കേൾക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ, പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയും, ഈ പ്രസംഗം വചനം പറയാന്നൊക്കെ പറയുന്നത്
ഇത് നമ്മളല്ലല്ലോ, നമ്മളെ ദൈവം ഉപയോഗിക്കുകയല്ലേ. ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന എന്ത് എന്ന പാഷൻ മനസ്സിലുള്ള ആളാണ് ശരിക്കുമുള്ള പ്രസംഗൻ എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സഭ കാത്തിരിക്കുന്നത്. ഈ വരുന്ന ആളുകൾ അങ്ങനെ കുറേ പേര് എഴുന്നേറ്റ് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ സഭകളിലെ ആത്മീയ നിലവാരത്തെ പറ്റി എന്താണ് പാസ്റ്ററുടെ അഭിപ്രായം? ദൈവസഭകളിൽ കർത്താവിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു പറ്റം ആടുകൾ, ഇടയൻ ആടെന്നുള്ള ആശയത്തിലാണ് സഭയെ കാണുന്നത്. അതായത് നല്ല പക്വതയുള്ള, ഏതെങ്കിലുമൊക്കെ കാറ്റ് എങ്ങോട്ടെങ്കിലും അടിക്കുമ്പോൾ ചാഞ്ഞു പോകാത്ത, എന്നാൽ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം ആളുകളായിരിക്കണം സഭ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ വേറൊന്ന്, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയും കൂടെ ഒരു താല്പര്യമുള്ള. ഇപ്പം ഞാൻ പോകുന്നിടത്ത് പലയിടത്തും എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, 2025 ഒരു വർഷം നാട് തീരാൻ പോവാം, ഇല്ലെങ്കിൽ ഇത്രയും നാളായി 7 മാസത്തോളം. ഇത്രയും മാസത്തിൻ്റെ ഇടയ്ക്ക്, ഇത്രയും മാസങ്ങൾക്കിടയ്ക്ക് ഒരൊറ്റ വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയുകയോ ഒരു ട്രാക്റ്റെങ്കിലും കൊടുക്കുകയോ ചെയ്ത് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടെന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ മറ്റൊരു ചോദ്യം, കർത്താവ് വരാറായി നമ്മളെല്ലാം പറയുന്നു, ശരി കർത്താവ് വരാറായി, ഈ മാസത്തിൽ കർത്താവ് വരാം, ഈ ആഴ്ചയിൽ വരാം, ചിലപ്പോൾ ഇന്ന് കർത്താവ് വരാം, ഈ അടുത്ത 5 മിനിറ്റിനകത്ത് കർത്താവ് വരാം. അടുത്ത ഒരു 2 മിനിറ്റിനകത്ത് കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചാൽ നിങ്ങൾ അപ്രത്യക്ഷരാകുമെന്ന് 100% നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം കൈവെക്കാൻ പറഞ്ഞു നോക്കിയേ, എത്ര പേര് കൈവെക്കും? എന്നുവെച്ചാൽ നമ്മളൊന്നും ട്രഡീഷനായിട്ട് ഇങ്ങനെ ഒരു ചർച്ചിൻ്റെ ഭാഗമായിട്ടൊരു പാരമ്പര്യത്തിൻ്റെ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ആദ്യ നൂറ്റാണ്ടിലെ ആദ്യകാലത്തെ, ഇല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ ആരംഭകാലത്തെ ആ സ്പിരിച്വൽ വൈബ്രൻസി, ആ ആത്മിക ഒരു താല്പര്യവും തീരുമാനവും ആ ഒരു എനർജിയും ഒക്കെ എവിടെയൊക്കെയോ പോയി എന്ന് നമ്മൾ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഫലമില്ലാത്ത വൃക്ഷങ്ങൾ പോലെ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, അങ്ങനല്ലേ? അതെ. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ മലയാളി പെന്തക്കോസ് സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞൊരു 20 ഇയേഴ്സ് ആണെന്ന് എൻ്റെ ഞാനത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഈ വചനത്തിലേക്കുള്ള, ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സമയങ്ങളിൽ അന്നൊക്കെ ഏത് സ്റ്റേജിൽ പോയാലും നിത്യതയെക്കുറിച്ച് പറയാത്ത പ്രസംഗമില്ല. അതെ. അതുപോലെ അന്നത്തെ പ്രസംഗകർ പോലും പറയും വേദിയിൽ നിന്നുകൊണ്ട്, ക്രൂശിനെ ഉയർത്താത്ത പ്രസംഗം അല്ല, അങ്ങനെ തന്നെ അത് പ്രസംഗിക്കാത്തവരെ ചെയ്യും. ചർച്ചകളിലൊക്കെ ഔട്ട്റീച്ച്, ഗോസ്പൽ വർക്ക്, പരസ്യയോഗം, ഇതൊരു ശീലമായിരുന്നു. പക്ഷെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ ഭൗമികമായ കുറേ വളർച്ചകളുണ്ടായി, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടായി, നമ്മുടെ ആളുകളൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ പോയിട്ട് സമ്പാദിക്കാൻ തുടങ്ങി. പക്ഷെ വിദേശത്തുള്ളവർക്കൊക്കെ കഷ്ടപ്പാടുണ്ട്, അവരെ ആശ്രയിച്ച് ഇവിടെ നിൽക്കുന്നവർക്ക് നല്ല സുഖമുണ്ടെന്ന് ചിലർ പറയും. പൈസ മുഴുവൻ ഇവരുടെ കയ്യിലേക്കല്ലേ. എന്താണെങ്കിലും കൊള്ളാം. പക്ഷെ ഞാൻ ചെല്ലുന്ന പല രാജ്യങ്ങളിലും ഒരു പ്രവാസിയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അവർക്ക് തുല്യ രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു സായിപ്പിന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി ഇവിടെ കൊടുക്കത്തുള്ളൂ. ഏത് നിമിഷം വേണേൽ കറിവേപ്പില പോലെ പറഞ്ഞു കളയും. നാളെ വിസ ക്യാൻസൽ ചെയ്യില്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വയ്ക്കലും അതും ഇതും. അപ്പം അങ്ങനെ ഒരു ഭാരമുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ആത്മീയമായി ഭയങ്കര വൈബ്രൻസി ഉണ്ട്. അതാ ചർച്ചിലിരിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സമൂഹമോ ഇല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലത്തെ ഒരു സമൂഹം, അല്ലലും അലച്ചിലില്ലാത്തൊരു സമൂഹത്തെ എടുത്തു കഴിയുമ്പം ഏത് മൂവ്മെൻറ്റിനും ഒരു 25 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ആ ഗ്രോത്തിൻ്റെ ഇതിങ്ങനെ ഒന്ന് ഇതാവുന്ന പറയുന്നത്. എന്നിട്ട് പിന്നെ ലെവലിങ്ങനെ പോകും, പിന്നെ താഴോട്ട് പോകുന്നു പറയുന്ന ഒരു തിയറിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രവാസ ചിന്താഗതി നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായി നമ്മുടെ സഭകൾ മാറിയെന്നല്ലേ സത്യം? അതൊരു കറക്റ്റ് ചിന്തയാണ്. കാരണം ഈ വിശ്വാസ സമൂഹം പുതിയ നിയമത്തിലാണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും ഒക്കെ എടുത്താൽ, എന്തിനേറെ അബ്രഹാമിനെ കുറിച്ച് പോലും ഞാനൊരു പ്രവാസിയാണെന്നും പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവനും കൂടാരങ്ങളിൽ പാർത്തു. അതെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അതെന്താ അങ്ങനെ. കാരണം അബ്രഹാമിനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്ന, അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു. എങ്കിലും വലിയൊരു മണിമാളിക പണിയാതെ കൂടാരത്തിൽ പാർത്തതിൻ്റെ പുറകിൽ തീവ്രമായൊരു പ്രവാസ ചിന്തയുണ്ടായിരുന്നു. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വലിയൊരു മണിമാളിക പണിയാൻ ഇങ്ങനെ പ്ലാനിട്ട് അബ്രഹാം മമ്രയുടെ തോപ്പിൽ ചെന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഒരു ബ്ലൂ പ്രിൻ്റ് കാണിച്ചു തരാമോ, എങ്ങനെ ഇരിക്കണം? ദൈവം പറഞ്ഞു, ഞാൻ ഒരെണ്ണം പണിയുന്നുണ്ട്, കാണിച്ചു തരാം.
നേരെ ആ ഫെയ്ത്തിൻ്റെ ബൈനോക്കുലർ. അപ്പോൾ ഇത് വെച്ച് അബ്രഹാം ഇങ്ങനെ ആകാശത്തിലേക്കൊരു നോട്ടമാണ്. അപ്പം അബ്രഹാം നോക്കിയപ്പം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരം കണ്ടു. അപ്പോൾ അബ്രഹാമിന് മനസ്സിലായി ഇവിടുത്തെ ശില്പികളൊന്നും ശില്പിയല്ല, ഇവിടുത്തെ അടിസ്ഥാനം ഒന്നും അടിസ്ഥാനം കറക്റ്റാ, ഇവിടുത്തെ അടിസ്ഥാനം ഒന്നും അടിസ്ഥാനമല്ല. നമ്മൾ കാണാറില്ല, ഒരു 3 മിനിറ്റ് കുലുങ്ങിയാൽ മതി, തീർന്നു, ഇത്രേ ഉള്ളൂന്ന് മനസ്സിലായി. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇതിനെ നോക്കി പാർത്ത് ഒരു പ്രവാസിയാണെന്നുള്ള ബോധ്യത്തിൽ ജീവിച്ചു. കൂടാരം ഒരു കൺസെപ്റ്റ് അല്ലേ, ഏത് നിമിഷവും പറിച്ചു മാറ്റപ്പെടാം എന്നൊരവസ്ഥയല്ലേ അത് സൂചിപ്പിക്കുന്നത്? അല്ല, ശരിക്കും പറഞ്ഞാൽ അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. നമ്മളിവിടുത്തെ സ്ഥിരതാമസക്കാരല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് ഇപ്പം മോശയുടെ കാലം തൊട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഈ ശരിക്കും എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഈ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുക തിരഞ്ഞെടുത്തു, പ്രതിഫലം നോക്കി. അപ്പോൾ അന്നേ മോശ കണ്ടത് ഒരു നിത്യതയായിരുന്നു എന്ന് പറഞ്ഞൊരു ഇത്. പിന്നെ ഈ ഭൂമിയിലുള്ള വാസം വളരെ ക്ഷണികമാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് മോശയുടെ പ്രാർത്ഥനയിൽ ഇങ്ങനെ സങ്കീർത്തനത്തിൽ 90-ാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. അപ്പോൾ അതായത് ഇത് വളരെ ഷോർട്ട് ടൈമാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് ഏറ്റു പറയുന്നതാണ് ജ്ഞാനം. അതാണ് വിവേകം, ആ ഒരു കാഴ്ചപ്പാട്. അതുപോലെ ഇയ്യോബാണെങ്കിലും ഓരോന്ന് പോയപ്പോഴും ഇയ്യോബിൻ്റെ ലക്ഷ്യം ഒരിക്കൽ എൻ്റെ നീതിമാൻ പൊടിമേൽ, എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ നിൽക്കും. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ കർത്താവ് പറഞ്ഞത് എന്താ? നിങ്ങൾ ഈ ഭൂമിയിലല്ല, പുഴുവും തുരുമ്പും കെടുക്കാത്ത, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാത്ത എന്ന് വെച്ച് കർത്താവ് ഈ ഭൂമിയിലേക്ക് വേണ്ടി ജീവിക്കാതെ ഒന്നിരുന്നില്ല. ധനശേഖരണം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് പിരിവ് നടത്തിയാണ് ഒരു ചർച്ചകളെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അതേ സമയത്ത് ബർന്നബാസ് എല്ലാം വിറ്റേച്ച് കാൽക്കൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം ഇത് വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഇന്ന് കേൾക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് പലയിടത്തും. ഫാസ്റ്റർ സജി KP യുമായുള്ള സംഭാഷണങ്ങൾ ഇവിടെ തീരുന്നില്ല. സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2. CFM സൈനിങ് ഓഫ്.